ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, നിങ്ങൾ എൻ്റെ ഊറായിലയിൽ കണ്ടല്ലോ 80. എൻ്റെ 80ാമത്തെ ജന്മദിനം ഈ 18-ന് ആഘോഷിക്കുന്നു. വിപുലമായ രീതിയിൽ കരിഭവൻ ആഘോഷിക്കുന്നു. ഈ അവസരത്തിൽ നന്ദിയുടെ 2 വാക്ക് പറഞ്ഞോട്ടെ. ആദ്യമേ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജന്മം നൽകി അമ്മയുടെ ഉദരത്തിൽ നിന്ന് പ്രസവിച്ച് ഇന്ന് വരെ ജീവനിൽ പരിപാലിച്ച എൻ്റെ കർത്താവിന് സ്തുതിയും മഹത്വവും സ്തോത്രവും എന്നുമെന്നും. പലതവണ മരണവക്രത്തിൽ ആയിരുന്നു. മരിച്ചുപോയി. ഒരു നാളിൽ നിത്യത കാണാൻ കർത്താവ് കൃപ നൽകി. എല്ലാം നിങ്ങൾക്കറിയാം. വിവിധ അപകടങ്ങളിൽപ്പെട്ട് മരിച്ചുവെന്ന് വിചാരിച്ച് ആശുപത്രിയിലെ മോർച്ചറിയിൽ വരെ കൊണ്ടുപോയി, ഇറ്റലിയിൽ വച്ച്. എന്നാൽ കർത്താവ് എപ്പോഴും തൻ്റെ ജീവനിൽ എന്നെ പരിപാലിച്ചു. കർത്താവിൻ്റെ വചനം പറയുന്ന പോലെ എന്നിൽ വിശ്വസിക്കുകയും അത് എൻ്റെ പിന്നാലെ വരുന്നവരും മരിച്ചാലും ജീവിക്കുമെന്ന്. ഇത് വലിയ സത്യമാണ്. അത് അനുഭവിച്ചറിയുന്നവൻ ആണ് ഞാൻ. സങ്കീർത്തനം 90:10 നമ്മൾ വായിക്കുന്നു, ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80 ശക്തരായവർക്ക്. ഞാൻ ധ്യാനിക്കുമ്പോൾ ഓർക്കും, അത് ഇംഗ്ലീഷിൽ പറയുന്നത് 70 is the sum of our years, or 80 if you are strong. എൻ്റെ അമ്മയുടെ മുലപ്പാലിൻ്റെ ശക്തിയും 4 കൊല്ലം മുലപ്പാൽ കുടിച്ചു കേട്ടോ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും എന്നെ 70 മുതൽ 80 വരെ എത്തിച്ചു. ഇനിയും ശേഷിച്ചിരിക്കുന്നത് ബോണസ് ആണ്. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം ദൈവത്തിന് നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിക്കാൻ, ചെറുപ്പത്തിലെ മാമോദീസ സ്വീകരിക്കാൻ, കുമ്പസാരവും വിശുദ്ധ കുർബാനയും സ്വീകരിക്കുവാൻ, അതുപോലെ പട്ടം സ്വീകരിക്കുവാൻ, സ്ഥൈര്യലേപനം സ്വീകരിക്കുവാൻ എൻ്റെ ഇടവകപ്പള്ളിയിൽ എനിക്ക് കഴിഞ്ഞു. ചെറുപള്ളി സെൻറ്റ് മേരീസ് ചർച്ച്. വലിയ ഭാഗ്യം. അന്നത്തെ പള്ളി പൊളിച്ചിന്ന് വലിയ പള്ളി ഉണ്ടെങ്കിലും പഴയ പള്ളിയാണ് എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ആർക്കെല്ലാം നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യമേ ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക്, എൻ്റെ പെറ്റതള്ളയെപ്പോലെ ഇപ്പോഴും സ്നേഹിച്ച് മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് വേദനാ നിമിഷങ്ങൾ തൻ്റെ മകൻ്റെ ഹൃദയത്തിലേക്ക് ഉയർത്തുന്ന പരിശുദ്ധ കന്യാമറിയം. ഞാൻ മമ്മ എന്ന് ഇംഗ്ലീഷിൽ പറയും, അമ്മ എന്ന് മലയാളത്തിൽ. അമ്മേ, നന്ദി. പിന്നെ എൻ്റെ ഭൗതിക മാതാപിതാക്കൾ. 8 വയസ്സുവരെ എൻ്റെ അപ്പൻ്റെ സ്നേഹം കിട്ടിയേറെ. ഞാൻ 3ാമത്തെ മകനാണ്. എന്നോട് പ്രത്യേക അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്നു എന്ന ഓർമ്മയിലുണ്ട്. അതിനുശേഷം എൻ്റെ അമ്മ അത് 1954 മുതൽ 2000 വരെ ഒരു വിധവയായിട്ട് എന്നെ വളർത്തി. 46 വർഷം ഒരു വിശുദ്ധ വിധവയായി. ഇവർ 2 പേരെയും ഓർത്ത് നന്ദി പറയുന്നു. 2 പേരും സ്വർഗത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിശ്ചയമായിട്ടും. ഞങ്ങൾ 6 മക്കളാണ്. മൂത്തയാൾ സ്വർഗത്തിലേക്ക് പോയി, ജോയ്. അപ്പൻ മരിക്കുമ്പോൾ, ചാച്ചൻ മരിക്കുമ്പോൾ, ഒരു 13 വയസ്സുകാരൻ തൂമ്പ എടുത്തു ഞങ്ങളെ വളർത്താൻ. ഞങ്ങൾ കൃഷിക്കാരാണ്. ഇളയ എൻ്റെ പെങ്ങൾക്ക് അന്ന് 6 മാസം പ്രായം. ഉരിയും നാഴിയും പോലെ ഞങ്ങൾ 6 മക്കൾ സ്നേഹിച്ചും അടിപിടി വെച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയൊക്കെ ജീവിച്ച് വളർന്നു. അത് എൻ്റെ 2 ജ്യേഷ്ഠന്മാർക്കും ഒരനുജനും നന്ദി പറയുന്നു. 2 പെങ്ങന്മാർക്കും നന്ദി. അവരുടെ കുടുംബങ്ങൾക്കും നന്ദി. പ്രിയമുള്ളവരെ, ഞാൻ ജനിച്ചത് മഞ്ഞാക്കൽ കുടുംബത്തിൽ. ഞങ്ങളുടെ വലിയ കുടുംബത്തിൻ്റെ പേര് കിഴക്കേ താഴെ.
അവിടെയുള്ള എല്ലാവരെയും ഓർത്ത് നന്ദി. കാരണം അവരൊക്കെയാണ് ആധ്യാത്മികതയിൽ എന്നെ വളർത്തിയത്. മാത്രമല്ല എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒരു തരത്തിൽ അല്ലെ മറ്റൊരു തരത്തിൽ തന്നുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മയുടെ വീട്ടുകാർ കല്ലുക്കുളങ്ങര കുടുംബം, നിശ്ചയമായിട്ട് അച്ചാച്ചൻ, അമ്മ, അപ്പൻ മഞ്ഞാക്കൽ കുടുംബം, കിഴക്കത്താഴെ കുടുംബം, പൂർവികന്മാരെല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ കസിൻസ്, എൻ്റെ അങ്കിൾസ് എല്ലാവരെയും ഓർത്ത് നന്ദി പറയുകയാണ്. എൻ്റെ ഇടവപ്പള്ളിയെ ഓർത്ത് നന്ദി. ഇടവപ്പള്ളിയിൽ സേവനമനുഷ്യ എല്ലാ വൈദികരെയും ഓർത്ത് അവരൊക്കെ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ നോക്കി കാണുന്നുമുണ്ട്. നന്ദി പ്രകടിപ്പിക്കുന്നു. എൻ്റെ ഇടവക അംഗങ്ങൾ, മിഷൻ ലീഗ്, സൊഡാലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ അംഗമായിരുന്നു. ഓരോ വീട്ടിലും പോയി മിഷന് വേണ്ടി ഞാൻ പണം ശേഖരിക്കുമായിരുന്നു. അക്കാലത്ത് ബഹുമാനപ്പെട്ട ജോർജ് വൈലച്ചിൻ്റെയും അതുപോലെ ബഹുമാനപ്പെട്ട സഖറിയാസ് കരോട്ടുപറയച്ചൻ്റെയും വിശാഖപട്ടണം മിഷനെ പറ്റിയുള്ള പ്രസംഗങ്ങൾ എന്നെ ഏറെ ആകർഷിച്ചു മിഷന് പോകാൻ. മറ്റു വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പൻ മരിച്ചപ്പോൾ, ചാച്ചൻ മരിച്ചപ്പോൾ അമ്മച്ചി ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിച്ചു. ഓരോ ദിവസവും ഞങ്ങൾ 6 മക്കളെയും കൊണ്ട് പള്ളിയിൽ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഏറെ കുർബാന ചൊല്ലി എൻ്റെ അച്ചാച്ചനെ സ്വർഗത്തിൻ്റെ മേൽത്തട്ടി കൊണ്ടുപോകണം. അതായിരുന്നു എൻ്റെ ദൈവവിളി. അന്നു മുതൽ ഉള്ളി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പുറമേ കുസൃതിയായിരുന്നെങ്കിലും അധ്യാപകരൊക്കെ തെരുതലയെ തല്ലുമായിരുന്നു. 12 അടി എനിക്ക് തരാത്ത ഒരു അധ്യാപകൻ പോലും ഇല്ലായിരുന്നു. അവരെയൊക്കെ സ്നേഹപൂർവ്വം ഓർക്കുന്നു. അവരുടെ സഹപാഠികൾ, അന്ന് ആരും വിചാരിച്ചില്ല ഞാനൊരു അച്ഛനാൻ പോകുമെന്ന്. എങ്കിലും രഹസ്യത്തിൽ ഈശോയോടും മാതാവിനോടും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനൊരു അൽത്താര ബാലനായിട്ട് അന്ന് സുറിയാനി ഭാഷയിൽ തന്നെ അത് പഠിച്ച് ഞാൻ കുർബാനയ്ക്ക് കൂടുമായിരുന്നു. അതിനെന്നെ സഹായിച്ച നഗരൂരച്ഛൻ, അമ്പാട്ടേൽ എന്നൊക്കെ ഓരോ അച്ഛന്മാരെ ഓർത്തു പോകുന്നു, നന്ദി പറയുന്നു. അങ്ങനെ അത് ഞാൻ SSLC പാസ്സായി CMAക്കാരുടെ സ്കൂള് കരിക്കാട്ടൂർ പഠിച്ചു. അവിടെ ചേരാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛാ, എനിക്ക് MSMC പോയി മിഷന് പോകണം. മിഷന് വേണ്ടി ഒരു ദാഹമായിരുന്നു. അതിനുശേഷം ഞാൻ ആറുമാരവും മൗണ്ട് മേരി സെമിനാരിയിൽ പോകുന്നു. എന്നെ കൊണ്ടുപോയത് എൻ്റെ തന്നെ പ്രോവിൻസിലുള്ള മാത്യു ആലപ്പാട്ടച്ചൻ, എൻ്റെ കസിനാണ്, എൻ്റെ പേരമ്മയുടെ മകൻ. എന്നെ കൊണ്ടുപോയി ചേർത്തു എന്ന് പറയാം. അന്ന് അവിടുത്തെ ആധ്യാത്മിക ഗുരുവും അതുപോലെ നേതൃത്വം കൊടുക്കുന്നതും ബഹുമാനപ്പെട്ട വയലച്ചൻ ജോർജ് വയലിൽ, കേരളത്തിൽ ആദ്യം പോയ മിഷണറി അദ്ദേഹമായിരുന്നു. അദ്ദേഹം എന്നെ അഡ്മിറ്റ് ചെയ്തു. എടുത്തപ്പോൾ തമാശ രൂപയുടെ പറഞ്ഞു, ബെഞ്ച് പിടിക്കാൻ കൊള്ളാം, തടിയൊക്കെ ഉണ്ടെന്ന്. എപ്പോഴും നല്ല നർമ്മ രസികനായിരുന്നു അദ്ദേഹം. അവരൊക്കെ അത് കെട്ടാനെടുക്കലാണിപ്പോൾ പുത്തങ്കളത്തിലച്ഛനും അറിഞ്ഞാലച്ഛനും ഒക്കെ. പ്രിയപ്പെട്ടവരെല്ലാം നന്ദിയോടെ ഓർക്കുന്നു അവരുടെ ആ പരിശീലനമൊക്കെ. അതിനുശേഷം നൊവിഷ്യേറ്റിൽ പോകുന്നു. ഈ കാലഘട്ടത്തിലെ എൻ്റെ പ്രൊവിൻഷ്യൽ ദേവസ്യ കുഴിപ്പിലച്ഛൻ നോക്കൂ, പിന്നീട് കാരിഷ് ഭവൻ നടത്തുവാൻ എനിക്ക് സ്ഥലം തന്ന ആൾ, കാരിഷ് ഭവൻ കെട്ടിപ്പടുത്തുയർത്താൻ. ഞാൻ കാരിഷ് ഭവനിൽ നിന്ന് പോകുന്നതിന് വരെ ഞങ്ങൾ പരസ്പരം മകനും ആധ്യാത്മിക ഗുരുവുമായിരുന്നു. വയലച്ചനും അങ്ങനെ തന്നെ ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാം നല്ല നല്ല സ്മരണകൾക്ക് നന്ദി പറയുന്നു. പിന്നീട് നൊവിഷ്യേറ്റ് ഫ്രഞ്ചുകാരച്ഛന്മാരുണ്ടായിരുന്നു. ആൻ്റണി മൂക്കൻതോട്ടത്തിൽ അച്ഛനുണ്ടായിരുന്നു. അവരെല്ലാം നന്ദിയോടെ സ്മരിക്കുകയാണ്. പിന്നീട് പൂനായിലാണ് ഫിലോസഫി നടത്തി. അന്നത്തെ എൻ്റെ ഒരു സഹപാഠിയാണ് മാനത്തേട്ട് പിതാവ്. അതുപോലെ അന്നത്തെ സഹപാഠികളെയൊക്കെ ഓർക്കുന്നു, അവരെ ഓർത്തു നന്ദി. പിന്നീട് ദൈവശാസ്ത്രം പഠിച്ചു. അതിനിടയ്ക്ക് റീജൻസി നിലമ്പൂർ ഫാത്തിമാഗിരി സെമിനാരിയിലായിരുന്നു. ഞാൻ തിയോളജി പഠിച്ചത് സെൻറ്റ് പീറ്റേഴ്സ് സെമിനാരി ബാംഗ്ലൂർ. ആ അധ്യാപകരെയും എൻ്റെ സഹപാഠികളെയും ഓർത്ത് നന്ദി. അത് പലരും മൺമറഞ്ഞു പോയി. ഇപ്പോൾ എൻ്റെ കൂടെ ഇവിടെ 2 പേരുണ്ട്, ജോർജ് പോളച്ഛനും പെരിങ്ങാമലയച്ഛനും. നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ശുശ്രൂഷ ജീവിതം ആരംഭിക്കുന്നു. ഞാൻ പൂനായിപ്പോൾ ഒരു കരിഷ്മാ ധ്യാനം കൂടിയെങ്കിലും അത് ഏറ്റില്ല.
പിന്നീട് ഒരു പുതുക്രിസ്ത്യാനിയായ ഗോവിന്ദൻ ജോസഫായി കത്തോലിക്കനായി. അവൻ തലയിൽ കവിച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് രോഗശാന്തി കിട്ടുന്നു, പരിശുദ്ധാത്മാവൻ നിറവ് ലഭിക്കുന്നു കാരിത്താസ് ആശുപത്രിയിൽ വച്ച്. അതിനുശേഷം ഇറങ്ങി തിരിച്ചു വചനം പ്രഘോഷിക്കാനായിട്ട്. 50 വർഷത്തിലേറെയായി 105 രാജ്യങ്ങളിലായി വചനം പ്രഘോഷിക്കാൻ പോയിരുന്നു. ഇപ്പോഴും പോവുകയാണ്. നാളെ രാവിലെ ഞാൻ പോകും, 19 തീയതി രാവിലെ പോകും. നേരത്തെ അവിടെ തന്നെയായിരുന്നു 30 വർഷത്തോളമായി. ഇപ്പോൾ എൻ്റെ പ്രൊവിൻഷ്യാളച്ചൻ പറഞ്ഞതുകൊണ്ട് ഞാൻ 6 മാസം നാട്ടിലും 6 മാസം അവിടെയുമാണ്. അവരെന്നെ കാത്തിരിക്കുന്നുണ്ട്. 1000 ആളുകൾ ഓരോ ധ്യാനത്തിലും കൺവെൻഷനിലും ഉണ്ട്. ഇതൊക്കെ ഓർക്കുന്നു, നന്ദി പറയുന്നു. കർത്താവാണ് ഇതാണ് ചെയ്തത്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നന്ദി പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നത്. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ തലയിൽ ഒരു നീരുണ്ടായിരുന്നു, വട്ടത്തിൽ തടിച്ചത്. അപ്പോൾ 1000ഓളം ശിശുക്കൾക്ക് സ്നേഹം കൊടുത്ത ഒരു വൈറ്റാട്ടി കുഞ്ഞന്നമ്മ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ്. ഈ പാട് തലയിൽ കണ്ടുകൊണ്ട് അമ്മച്ചിയോട് പറഞ്ഞു, ഇവൻ അച്ഛനാവും. പണ്ട് അച്ഛന്മാർക്ക് തലയിൽ പട്ടം പഠിക്കുമായിരുന്നു, പ്രായമുള്ളവർക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ഈ രഹസ്യം എന്നോട് പറഞ്ഞില്ല. കാരണം അമ്മച്ചി 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്കിലും അമ്മയുടെ ഒരു പ്രേരണ വൈദിക ജീവിതത്തിലേക്ക് എനിക്ക് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ അച്ഛനായപ്പോഴാണ് പറയുന്നത്. ഞാൻ ജനിച്ച നിമിഷം ദിവസം പെസഹ വ്യാഴാഴ്ച. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയും, അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു. തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. ഗലാത്യർ 1:15 സത്യമാണ്. അതുപോലെ ഞാൻ പറയും, ഞാൻ ഇന്ന് എന്തായിരിക്കുന്നുവോ, ഈ 80 വർഷക്കാലം എന്തായിരിക്കുന്നുവോ, വൈദികനാണ്, സന്യാസ വൈദികൻ, വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ സഭയിലെ അംഗം, മിഷണറി വൈദികൻ, കരുണയുടെ മിഷണറി. ഫ്രാൻസിസ് പാപ്പ എന്നെ കരുണയോട് മിഷണറിയാക്കി. അതുപോലെ തന്നെ കാരിസ് ഭവൻ്റെ സ്ഥാപക ഡയറക്ടർ. അത് പണിതുയർത്താനും 6 വർഷക്കാലം അവിടെ ആയിരിക്കുവാനും കഴിഞ്ഞു, സ്ഥാപക ഡയറക്ടറായിട്ട്. കാരിസ്മാരിയൻ സിസ്റ്റേഴ്സ്, അവരെയും അടിസ്ഥാനമിട്ട് ഞാനാണ്. ആ കോൺവെൻറ്റ്, ആ മഠം സ്ഥാപിച്ചതും ഞാനാണ്. അത് ഏവരും വായിക്കുന്ന കാരിസ് ജോലി എന്ന മാസിക തുടങ്ങാൻ കർത്താവിന് വിളിച്ചു. 1000 ആളുകൾക്ക് ധ്യാനിക്കാൻ വരാൻ സാധിക്കുന്ന ആ കാരിസ് ഭവൻ കേരളത്തിലെ ആദ്യത്തെ കരിസ്മാറ്റിക് ഭവനമാണ്. അവിടേക്ക് 10,000കണക്കിന് ആളുകൾ അന്ന് തടിച്ചു കൂടുമായിരുന്നു, ഇപ്പോഴും ഉണ്ട്. കാരിസ് ഭവനെ ഓർത്ത് നന്ദി, കാരിസ് മരിയനെ ഓർത്ത് നന്ദി. ഏതെല്ലാം സംരംഭങ്ങൾ അവിടെ ചെയ്യുവാൻ കഴിഞ്ഞു. പാവങ്ങളെ സഹായിക്കുക, പാവപ്പെട്ട പെണ്ണുങ്ങളെ കെട്ടിച്ചു വിടുക, പഠിക്കാനുള്ള സഹായം കൊടുത്ത് പിള്ളേരെ പഠിപ്പിക്കുക, വീട് വെച്ചു കൊടുക്കുക, ഇങ്ങനെ പല പരിപാടികളും ചെയ്യുവാൻ കഴിഞ്ഞു. അതിപ്പോഴും നല്ല എൻ്റെ അച്ഛന്മാർ തുടർന്നു കൊണ്ടിരിക്കുന്നു, നന്ദി പറയുന്നു. അതിനുശേഷം ഞാൻ യൂറോപ്പിലേക്ക് പോയി. അവിടെയും ഏറെ പേർ എന്നെ സഹായിച്ചു, പ്രാർത്ഥിച്ച് സഹായിച്ചു, പണം തന്ന് സഹായിച്ചു. എൻ്റെ മിഷനായിട്ട് ഞാൻ മുസ്ലിങ്ങൾക്ക് നേരിട്ട് വചന ശുശ്രൂഷ നടത്തുവാൻ ഏറെ ഭാരിച്ച ചിലവുണ്ടായിരുന്നു. അതും അവരാണ് വഹിച്ചത്. ഞാൻ ഗില്ലമ്പാരെ രോഗം വന്ന് 14 കൊല്ലം മുമ്പ് അബോധാവസ്ഥയിൽ കിടന്നപ്പോഴും 4 മാസം വെന്റിലേറ്ററിൽ കിടന്നപ്പോഴും ഇപ്പോഴും എന്നെ സഹായിക്കുന്ന ഏറെ പേരുണ്ട് സാമ്പത്തികമായിട്ട്. ആശുപത്രിയിൽ തന്നെ 9 മാസം കിടന്നപ്പോൾ നിങ്ങൾ ഓർക്കണമേ, ഏറെ ഭാരിച്ച ചിലവ്, ഒരു മെഡിക്കൽ കോളേജ് പണിയാനുള്ള ചിലവുണ്ടായി എന്ന് പറയാൻ സാധിക്കും. എന്നാൽ അതെല്ലാം നാട്ടുകാർ എൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുത്തവർ തന്നു, സഹായിച്ചു. പ്രിയപ്പെട്ടവർ, അവരെല്ലാം ഞാൻ ഓർക്കുന്നു. ഞാൻ ഇംഗ്ലീഷ് വീഡിയോയിൽ അവർക്ക് നന്ദി പറയും. എൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളവർ കേട്ടിട്ടൊരു ഗാബി, ആ കുടുംബം, ഒരു മകനും ഭാര്യയും 9 മക്കളും. അവരുടെ വീട്ടിലാണ് ഞാൻ താമസിച്ചതും. ഇങ്ങനെ എന്നെ സഹായിച്ച് സപ്പോർട്ട് ചെയ്ത, കാരിസ്മാരിലായിരുന്നപ്പോൾ സഹായിച്ച, പ്രാർത്ഥിച്ച, പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. കാരിസ്മാനിൽ സ്കൂൾ ഓഫ് എവാഞ്ചലൈസേഷനിൽ സംബന്ധിച്ചവരുണ്ട്, അത് ചിലരൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ വോളണ്ടിയേഴ്സ്, അന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന
സ്റ്റുഡൻസിൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പ്, ഏകസ്ഥരുടെ പ്രാർത്ഥനാ ഗ്രൂപ്പ്, വിധവകളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പ്, ഇങ്ങനെ പലതും തുടങ്ങുവാൻ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു, അനുവദിച്ചു. ഞാൻ നന്ദി പറയാണ്. അതോടൊപ്പം തന്നെ വിദേശത്ത് പോയപ്പോഴും ഏറെ പ്രോഗ്രാമുകൾ ഏറെ രീതിയിൽ അവിടുത്തെ വിശ്വാസത്തെ വളർത്താനായിട്ട് കർത്താവിനെ ഉപയോഗിച്ചു എന്നത് സത്യമാണ്. ഇതൊക്കെ ഓർക്കുമ്പോൾ, നന്ദി പറയുമ്പോൾ, കർത്താവിൻ്റെ ഒരു വചനം 1 കൊറിന്തോസ് 15:10 ഞാൻ ഓർക്കുന്നു. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാൽ ആണ്. നേരെ മറിച്ച് മറ്റ് ആരെയുംകാൾ അധികം ഞാൻ അധ്വാനിച്ചു. അതിനാൽ എൻ്റെ മേൽ കൃപ ചൊരിഞ്ഞത് നിഷ്ഫലമായി പോയില്ല. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. സത്യം തുറന്നു പറയട്ടെ, ഞാനല്ല ഇതൊക്കെ ചെയ്തത്. ഞാനൊരു കഴുതയായിരുന്നു. എനിക്ക് വലിയ ബുദ്ധി കഴിവുകളൊന്നുമില്ല. ഞാൻ സാക്ഷരത, അത് ദൈവശാസ്ത്ര പണ്ഡിതനോ അല്ലെങ്കിൽ ഫിലോസഫി പണ്ഡിതനൊന്നും അല്ല, ഒരു ലിറ്റർജീഷ്യനുമല്ല, ഒരു സാധാരണ വൈദികൻ. അതേസമയം സന്യാസ വൈദികൻ, പ്രവാചക ദൗത്യമുണ്ട് MSFSൽ, മിഷനറിയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ കാരണം ദൈവത്തിൻ്റെ കൃപയാണ് സമർത്ഥമായി എന്നെ തുകപ്പെട്ടതും ആ കൃപയിലാണ് ഞാൻ മുന്നോട്ട് പോയതും. അതിന് ആത്മാർത്ഥത്തോടെ പറയാൻ സാധിക്കും. വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ പറയുന്നുണ്ടല്ലോ, നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും. ഈ കൃപ എൻ്റെ എന്നത് അനുഭവിച്ചറിഞ്ഞവൻ ആണ് ഞാൻ. ഈ 80 വർഷക്കാലം, പ്രത്യേകിച്ച് എൻ്റെ ശുശ്രൂഷാക്കാലത്ത്, വിശേഷ ശുശ്രൂഷാക്കാലത്ത് ഏറെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറെ ശാരീരിക പീഡനങ്ങളുണ്ടായി. എൻ്റെ സഭയിൽ നിന്ന് പോലും തിരസ്കരണം, കാരിസ് ഭവനിൽ പോലും തിരസ്കരണം. ഏറെ പേർ എന്നെപ്പറ്റി കള്ളക്കഥകൾ പറഞ്ഞു, എന്നെ പിടിച്ചുകൊണ്ടുപോയ സംഭവം. ഇങ്ങനെ പോകുന്ന നീണ്ട പരമ്പര എൻ്റെ ചരിത്ര പുസ്തകം, ദേവപ്രസാദ് എഴുതിയ ചരിത്ര പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വായിക്കണം. അദ്ദേഹവും ഇവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുകയാണ്, ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് എന്നിൽ അധ്വാനിച്ചത്, ഞാനല്ല. ഞാൻ ബലഹീനൻ അന്നും ഇന്നും. ഇന്ന് 14 വർഷമായി അത് ഈ വീൽ ചെയറിൽ ഞാൻ ഇരിക്കുന്നു. ഇതും കൊണ്ട് ഞാൻ ലോകം ചുറ്റുന്നു. ദൈവത്തിൻ്റെ കൃപയല്ലാതെ മറ്റെന്ത്? അത് പ്രിയപ്പെട്ടവരെ, ആ കൃപയുടെ മുമ്പിൽ ഞാൻ ശിരസ് അത് നമിക്കുകയാണ്. അത് ഞാൻ വേദനകളും സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ദിവ്യ സക്രാരിയുടെ മുമ്പിൽ എന്നെ അവിടെ കമന്ന് വീണു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് എനിക്ക് വിഷയത്തിലെ മാസ്റ്റർ ആണ്. അതുകൊണ്ട് ഞാൻ എന്തെല്ലാം പ്രശ്നം, പരീക്ഷകൾ, പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകുമ്പം കമന്ന് വീട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ പറ്റിയല്ല, വീൽ ചെയറിലായതുകൊണ്ട് കമന്ന് വീഴാൻ പറ്റില്ല. വീട് ചത്തുപോകും. അതുകൊണ്ട് തല കുനിച്ച് പ്രാർത്ഥിക്കും. ഏറെ നേരം അവിടുത്തെ സന്നിധിയിലായിരിക്കുവാൻ കർത്താവ് ആ നൊവീഷ് മാസ്റ്ററിലൂടെയാണ് എന്നെ പഠിപ്പിച്ചത്. നന്ദിയോടെ ഓർക്കുകയാണ്. അപ്പോഴെല്ലാം ആ ദിവ്യസക്രാരിയിൽ നിന്ന് ഞാൻ കേൾക്കുന്ന സ്വരം, എൻ്റെ കൃപ നിനക്കു മതി. പ്രിയപ്പെട്ടവരെ, അത് എന്നെ ശക്തിപ്പെടുത്തുന്നു. അതാണ് എന്നെ ബലപ്പെടുത്തുന്നത്. കൃപ എന്താണ് എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ കർത്താവ് പറയുന്നു, അതെ, നിൻ്റെ എൻ്റെ ശക്തി നീ അനുഭവിക്കുന്നത് നിൻ്റെ ബലഹീനതയിലാണ്. അത് എനിക്ക് ബലഹീനത ഉണ്ടാകുമ്പോൾ ആത്മാവിൻ്റെ ആ വലിയ കൃപ വന്ന് എന്നെ ശക്തനാകുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ബലഹീനൻ അല്ല. അതുകൊണ്ടാണ് ആളുകളൊക്കെ ചോദിക്കും, അച്ഛാ മടുത്തോ? ഇല്ല. അച്ഛന് വേദനയുണ്ടോ? ഇല്ല. നുണയല്ല ഞാൻ പറയുന്നത്. വേദനയുണ്ടെങ്കിലും ഇല്ലാത്തവനെ പോലെയാണ് ഞാൻ. ബലഹീനതയുണ്ടെങ്കിലും ഇല്ലാത്തവനെ പോലെ, വയസ്സനാണെങ്കിലും ചെറുപ്പക്കാരെ പോലെ. ഇതാണ് ദൈവത്തിൻ്റെ കൃപ എന്നിൽ വർഷിച്ച് എന്നെ കൊണ്ടു നടത്തുന്നത്. അക്ഷീണനായി ശക്തനായി ഞാൻ പോകുന്നത്, അതിൽ കൂടുതൽ സന്തോഷവാനായിട്ട്. അത് കർത്താവിൽ സന്തോഷിക്കുക. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു, സന്തോഷിക്കുക എന്ന വാക്ക് എനിക്ക് അന്വർത്ഥമായി. അവിടുത്തെ സന്തോഷം എനിക്ക് ശക്തിയുമാണ്, അത് ബലവുമാണ്. നെഹെമ്യാ പ്രവാചകൻ പറയുന്നത് പോലെ കൂടുതൽ സന്തോഷിക്കും തോറും ആത്മാവെനിക്ക് ശക്തി പകർന്നുകൊണ്ടിരിക്കുന്നു. ഈ നിമിഷത്തിൽ പ്രിയപ്പെട്ടവർ, ഞാൻ ഒരു ക്ഷമയുടെ വാക്ക് പറഞ്ഞു കൊള്ളട്ടെ. എൻ്റെ വീട്ടിലായിരുന്നപ്പോഴും, ഇടവകയിലായിരുന്നപ്പോഴും, പിന്നീട് വൈദികനായ ശേഷി ശുശ്രൂഷയിലായിരുന്നപ്പോഴും
ഞാൻ നിങ്ങളാരെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ലെ ഉറപ്പുള്ള ഏതെങ്കിലും ജീവിതം കൊണ്ട് വേദനിപ്പിച്ചെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. കാലിൽ വീണ് മാപ്പ് ചോദിക്കാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് പറ്റില്ല, ഞാൻ വീൽ ചെയറിൽ ആയതുകൊണ്ട്. ചിലപ്പോൾ അതിൻ്റെ പ്രസംഗങ്ങൾ, വീഡിയോകൾ ചിലരൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോഴും വേദനിപ്പിക്കുന്നുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ പരിപൂർണനോ പൂർണ്ണനോ അല്ല. ഞാൻ ബലഹീനനും പാപിയുമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എങ്കിലും കർത്താവാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്നിലുള്ള കുറവെല്ലാം എൻ്റേതാണ്. എന്നിലുള്ള പ്ലസ് എന്ന് പറഞ്ഞാൽ എല്ലാ മറ്റുള്ള നന്മകളും കർത്താവിൻ്റെ കൃപയാണ്, എൻ്റേതല്ല. ഞാനൊരു മുതു കഴുത കർത്താവിനെ തോളി വെച്ചുകൊണ്ട് മനുഷ്യഹൃദയങ്ങളാകും ദേവാലയത്തിലേക്ക് ഈശോയെ കയറ്റി വിടുകയാണ്. കാരണം ഞാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ആ നിമിഷത്തിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാൻ പോവുകയില്ല. അപ്പോൾ വീണ്ടും പോകൂ എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, നിൻ്റെ നാവിനും നിൻ്റെ കരങ്ങൾക്കും ശക്തി തന്നിരിക്കുന്നു, പോയി കരം വെച്ച് പ്രാർത്ഥിക്കൂ. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ് പറ്റില്ല, ഞാൻ ഏത് ജോലിയും ചെയ്തോളാം, പ്രസംഗിക്കാൻ പറ്റില്ല. എൻ്റെ അപകർഷാബോധവും ഭയവുമായിരുന്നു എൻ്റെ മുന്നിൽ. അപ്പോൾ കർത്താവ് വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു, പോകൂ. ആ ഒരു വാക്കിന് 1000 കിലോഗ്രാം തൂക്കമുണ്ടായിരുന്നു. ഞാൻ പറയും, ആ വാക്കിൽ ഞാൻ വീണുപോയി. ആ നയാഗ്രായി വെള്ളം ചാടുന്ന പോലെ ആ വെള്ളത്തിനടിയിലായി ഞാൻ കഴുകപ്പെട്ടു, ശുദ്ധീകരിക്കപ്പെട്ടു, പുതിയ വ്യക്തിയായി തീർന്നു. ആത്മാവിൻ്റെ സ്നാനമായിരുന്നു അത്. അപ്പോൾ ഞാൻ ഓർത്തു, അഭിമന്യ ജോസഫ് പൗത്തിൽ 1974 ഏപ്രിൽ 23 എനിക്ക് തിരുപ്പട്ടം തന്നപ്പോൾ എൻ്റെ കയ്യിൽ ബൈബിൾ തന്നിട്ട് പറഞ്ഞു, പോകൂ, പ്രസംഗിക്കൂ. എൻ്റെ കൈകൾ തൊട്ട് അനുഗ്രഹിച്ചു പറഞ്ഞു, പോകൂ, രോഗശാന്തി നൽകൂ. പക്ഷേ ഞാൻ തണ്ടും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ തന്നെ തീരുമാനമെടുത്തു, എൻ്റെ ബൈബിളുമായിട്ട് പോകണം. അത് ഞാൻ പറയുന്ന പോലെ എൻ്റെ ബൈബിളിൽ ആശ്രയിച്ചാണ് എപ്പോഴും പോകുന്നത്. ബൈബിൾ എൻ്റെ ഭാര്യ ആണ്. ഇവിടെ കൂടാതെ എനിക്ക് ജീവിതമില്ല. എവിടെ പോയാലും കൊണ്ടുപോകും, ഏത് യാത്രയിലും. ഇവിടെ ആരെയും തൊടാൻ അനുവദിക്കില്ല. ഇതെൻ്റെ ഭാര്യയാണ്. ഇപ്പോൾ 2ാം ഭാര്യയുണ്ട് കേട്ടോ, അത് വീൽ ചെയറാണ് 14 കൊല്ലമായിട്ട്. അതില്ലാതെയും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. 18 മണിക്കൂറെങ്കിലും ഒരു ദിവസം ആ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വരുമ്പോൾ തമാശയിലുമാണ് പറഞ്ഞാലും ഇവിടെ എല്ലാം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ദൈവകൃപ എപ്രകാരം സമർത്ഥമായി വർഷിക്കപ്പെട്ടു. അതുകൊണ്ട് ഞാൻ എൻ്റെ ബലഹീനതകൾക്ക് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം. അവരുടെ MSF സഭയിലെ അധികാരികൾ, മുൻ അധികാരികൾ, ഇപ്പോഴുള്ളവർ, കൂടെയുള്ളവർ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കും. എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തവർ കണ്ട് എൻ്റെ കൂടെ പ്രവർത്തിച്ചവർ, ഞാൻ ക്ഷമ ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. കർശനമായിട്ട് ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. എന്നോട് ക്ഷമിക്കണമേ. കാരിസ് ഭവനിൽ ഉള്ളവരെ, കാരിസ് മരിയൻ സിസ്റ്റേഴ്സ്, എൻ്റെ ആധ്യാത്മ മക്കളെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. നിങ്ങളെല്ലാം ഓർത്ത് നന്ദി പറയുന്ന കർത്താവിന് നിങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, അതെ, എൻ്റെ യാത്രയ്ക്ക് ഒരു വലിയ രഹസ്യമുണ്ട്. ഈ വേദനകളുടെ മധ്യത്തിലും പോകാൻ കാരണം ഞാനെപ്പോഴും ക്രൂശിതനെ നോക്കിയാണ് യാത്ര ചെയ്യുന്നത്. ആ ക്രൂശിതൻ്റെ ശക്തി നിങ്ങൾ ഓർക്കരുത് ഈ ക്രൂശ രൂപത്തിലാണ് അല്ല. ഈ രൂപത്തെ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എനിക്കായി തുറക്കപ്പെട്ട ഹൃദയം. അവിടെയാണ് വഴി ഞാൻ കാണുന്നത്, സ്വർഗത്തിലേക്കുള്ള വഴി. അതാണ് തുറക്കപ്പെട്ടത്. അവിടെയുള്ള ഒഴുകുന്ന ജീവജലവും അതുപോലെ ആ ജീവരക്തവും എനിക്ക് ജീവൻ നൽകുന്നു, ശക്തി നൽകുന്നു, എന്നെ കഴുകുന്നു, ശുദ്ധീകരിക്കുന്നു, പരിശുദ്ധാത്മാവിൽ ബലപ്പെടുത്തുന്നു. ആ ക്രൂശിനെ നോക്കുമ്പോൾ എൻ്റെ സങ്കടങ്ങളെല്ലാം പോകും, വേദനകളെല്ലാം പോകും. ആ ക്രൂശിനോടുകൂടി എല്ലാ സകലങ്ങളും ചേർത്ത് വയ്ക്കുമ്പോൾ വീണ്ടും വീണ്ടും ശക്തിയും കൃപയും എനിക്ക് ലഭിക്കുന്നു. അതുകൊണ്ടാണ് 1965 MSF സഭയിലെ അംഗമായപ്പോൾ, നൊവിഷ്യേറ്റ് കഴിഞ്ഞപ്പോൾ, ഞങ്ങൾക്കെല്ലാവർക്കും അന്നത്തെ പ്രൊവിൻഷ്യാളായ ദേവസ്യ കുഴിപ്പിലച്ചൻ ഒരു ചെറിയ കുരിശ് കഴുത്തേലിടാൻ തന്നു. അതാണ് ഇത്. ഇന്ന് കഴുത്തേലല്ല ഇത് ഞാൻ സൂക്ഷിക്കുന്നത്, എൻ്റെ തലയിണയുടെ കീഴിലാണ്. എവിടെ പോയാലും ഞാൻ കൊണ്ടുനടക്കും. അത് എൻ്റെ MSF സഭയിലെ ആ സ്നേഹമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് വഴിയായിട്ട്.
അവിടെയാണ് എന്നെ നട്ടത്, അവിടെയാണ് ഞാൻ വളരുന്നത്. എൻ്റെ കുടുംബമാണ് MSF സഭ. എവിടെ പോയാലും ഞാൻ പ്രഖ്യാപിക്കും. പ്രിയപ്പെട്ടവരെ, സഭ വിട്ടു പോകുന്നുള്ള പരീക്ഷകൾ ഉണ്ടായപ്പോഴെല്ലാം ഫ്രാൻസിസ് സാലസിൻ്റെ വാക്കിലൂടെ കർത്താവിനോട് പറയുമായിരുന്നു, ബ്ലൂം വേർ യു ആർ പ്ലാന്റഡ്. നീ എവിടെയാണോ നടപ്പെട്ടത് അവിടെ നീ പുഷ്പിക്കണം. അതുകൊണ്ടാണ് ബലമാറ്റിപ്പോഴും MSFയിൽ നിന്ന് ഞാൻ ഈ വചനപ്രഘോഷം ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അഭിമാനപൂർവ്വം പറയും. പിന്നെ കർത്താവിനോടും നിങ്ങളും മാപ്പി ചോദിക്കുന്നു. പലപ്പോഴും ഞാൻ അഹങ്കരിച്ചിട്ടുണ്ട്. അതെ, ഞാൻ ഒത്തിരി രോഗശാന്തികളും വേറെ മാനസാന്തരമൊക്കെ കാണുമ്പോഴൊക്കെ ഞാൻ മിടുക്കനാണ്. എൻ്റെ ഗുണം കൊണ്ട് അതൊക്കെ ഉണ്ടായെന്ന്. പക്ഷേ എൻ്റെ അല്ല, കർത്താവിൻ്റെ എനിക്കറിയാം. എങ്കിലും എൻ്റെ ബലഹീനമായ ശരീരം ഈ അംഗീകാരത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കർത്താവിന് കൊടുക്കുന്ന മഹത്വം എടുത്തിട്ടുണ്ട്. ക്ഷമിക്കണേ കർത്താവേ, നിങ്ങളും എന്നോട് ക്ഷമിക്കണം. എൻ്റെ വീഡിയോയോ അല്ലെ പ്രസംഗങ്ങളിലൊക്കെ ധ്വനിച്ചിട്ടുണ്ടായിരിക്കും. അതെ, നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. പാപിയായ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന കഴിച്ചുമാറ്റും എന്നെ ബലപ്പെടുത്തും. പൗലോസ് പറയുന്ന പോലെ 1 കൊരിന്ത്യർ 9 അധ്യായത്തിൽ ഞാൻ വചനം പ്രഘോഷിക്കുന്നെങ്കിൽ എനിക്ക് അഭിമാനിക്കാൻ വകയൊന്നുമില്ല. എന്നാൽ അവിടുത്തെ കൃപയാണ് എന്നിൽ. അതെൻ്റെ കടമയാണ് വചനം പ്രഘോഷിക്കുക. ഞാൻ പ്രഘോഷിക്കുന്നില്ല എങ്കിൽ ആ ദുരിതം പ്രിയപ്പെട്ടവർ എൻ്റെ ആഴത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ സ്വമനസ്സാ ചെയ്യുന്നതാണ്. ഇനി അധികാരികൾ ആരുമല്ല ചുമതലപ്പെടുത്തി അയച്ചത് പോകൂ പ്രസംഗിക്കുന്ന എൻ്റെ കർത്താവാണ് പറഞ്ഞത് പോകൂ എന്ന്. ഇന്നും അതെ, കർത്താവാണ് പറയുന്നത്. എനിക്ക് ക്ഷീണമുള്ളപ്പോഴും വേദനയുള്ളപ്പോഴും ചിലപ്പോൾ എഴുന്നേൽക്കുമ്പോൾ ശരീരം മുഴുവൻ വേദന, വെള്ളിയാഴ്ച ആണെങ്കിൽ ചോരയും. അപ്പോൾ എനിക്ക് തോന്നും പ്രസംഗിക്കാൻ പോകണ്ട, കിടന്നുറങ്ങാം. അപ്പോൾ ഞാൻ കേൾക്കുന്നത് ഇതാണ് 2 വാക്കുകൾ. ഒന്ന്, എനിക്ക് ദാഹിക്കുന്നു. ആ കുരിശിലെ ദാഹം എൻ്റെ ദാഹമാണ്, ആത്മാക്കൾക്ക് വേണ്ടി. മറ്റൊന്ന് ഞാൻ കേൾക്കുന്നത്, അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നു. ഹോസിയ പ്രവാചകനിലൂടെ സംസാരിച്ചതാണ് പുരോഹിതരോട്. അതേറെ പേർക്ക് അജ്ഞതയുണ്ട്, അത് നീക്കാൻ കടമയുണ്ട്. അപ്പോൾ ഞാൻ ചാടി എഴുന്നേൽക്കും. ഇതെൻ്റെ കടമയാണ്. ആരും ഏൽപ്പിച്ചാലെങ്കിലും ഞാൻ പോകും. അപ്പോൾ ഞാൻ അത് എല്ലാം പാക്ക് ചെയ്ത് ഉടനെ ഇറങ്ങും പ്രസംഗിക്കാനായിട്ട്, പോകാനായിട്ട്. അങ്ങനെ സ്വമനസ്സാ പോകുന്നതുകൊണ്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട് എനിക്ക് പ്രതിഫലം ലഭിക്കുമെന്ന്. 1 കൊരിന്ത്യർ 9:17 സ്വമനസ്സാൽ അത് ഞാൻ ചെയ്യുന്നതിനാൽ എനിക്ക് പ്രതിഫലമുണ്ട്. ഞാൻ പ്രയോജനം ഇല്ലാത്തൊരു ദാസനാണെങ്കിൽ ഇതിൽ വലിയ ആനന്ദമാണ്, വലിയ സന്തോഷമാണ്. പ്രിയപ്പെട്ടവരെ, അത് ഈ അവസരത്തിൽ നിങ്ങളെല്ലാവർക്കും നന്ദി പറയുന്നു. വേറെ പേർക്ക് നന്ദി പറഞ്ഞാൽ മതിയാവില്ല. ഈ കാരിശ്മാരിൽ എന്നോടത്ത് പ്രവർത്തിച്ചവർ, അതുപോലെ തന്നെ വിദേശത്ത്, അതുപോലെ തന്നെ എൻ്റെ വലിയ ശുശ്രൂഷ സംബന്ധിച്ചവർ, ധ്യാനം കൂടിയവർ, അതുപോലെ തന്നെ എനിക്ക് ആത്മീയമായ സഹായങ്ങൾ, ഉപദേശങ്ങൾ, പ്രാർത്ഥനകൾ തന്ന നിങ്ങൾ, അതുപോലെ കാരിശ്മാരാണെങ്കിൽ പണിത് ഉയർത്താൻ തെണ്ടുമായിരുന്നു. കൊടേ നിനക്ക് നൽകപ്പെടും പാട്ടൊക്കെ പാടി. കാരണം എനിക്ക് വിദേശത്തൊന്നും കിട്ടിയിട്ടില്ല, ആരും തന്നുമില്ല. നാട്ടുകാർ തന്നെയാണ് അത് പണിതത്. അതിനുവേണ്ടി അധ്വാനിക്കേണ്ടി പണിതിട്ടുണ്ട്. ദൈവത്തെ നന്ദി പറയുകയാണ്, നിങ്ങൾക്കൊന്ന് നന്ദി പറയുകയാണ്. നിങ്ങൾ തന്ന നിശ്ചയമായിട്ടും ആ സംഭാവനകൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും വിദേശത്തായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഏറെ ഒരു ആശുപത്രി പണിയാനുള്ള പണം ചിലവാക്കി. അതെല്ലാം അതെൻ്റെ സ്നേഹിതർ ചിലവാക്കി, എൻ്റെ ധ്യാനം കൂടിയവർ. ഞാൻ അവരെ ഓർത്ത് നന്ദി പറയുന്നു. ഞാൻ അബോധാവസ്ഥയിൽ കിടന്നപ്പോഴും 4 മാസം വെന്റിലേറ്ററിൽ കിടന്നപ്പോഴും എല്ലാം ഏറെ പേരെന്നെ ശുശ്രൂഷിച്ച എല്ലാവരും ഇപ്പോഴും എൻ്റെ കൂടെ നടന്ന് എൻ്റെ ശുശ്രൂഷയെ സംബന്ധിക്കുന്നു. ഞാൻ നാട്ടിൽ വരുമ്പം കാവൽ മലാഹായെ പോലെ റോണി എന്ന് പറയുന്ന ഒരു യുവാവ് എന്നെ സഹായിക്കുന്നു. അത് നന്ദി പറയാണ് അവനെ ഓർത്ത്. അതുപോലെ കാരിശ്മയിലെ അച്ഛന്മാർ, SFS സെമിനാരിലെ അച്ഛന്മാർ, MSFസിലെ അച്ഛന്മാരെന്നെ കണ്ണിലുണ്ണി പോലെ നോക്കുന്നു. അവർക്കെല്ലാം നന്ദി പറയുന്നു. എൻ്റെ പ്രൊവിൻഷ്യാലച്ചൻ ഇപ്പോൾ തോമസ് കളരിപ്പറമ്പിൽ ഇവിടെ വന്നു പ്രസംഗിച്ചു. നന്ദി പറയുന്ന അച്ഛാ. അവന് മുൻകാല പ്രൊവിൻഷ്യൽമാർ, പ്രത്യേകിച്ച് ജോസ് പറപ്പള്ളി, 53 വർഷത്തെ ബന്ധമാണ്. എന്നെ ഒത്തിരി സഹായിക്കുകയും ഇപ്പോൾ എൻ്റെ ആധ്യാത്മിക ഗുരുവുമാണ്. ഞാൻ അധികം പേരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ വരുമ്പോൾ ധ്യാനങ്ങൾ സംഘടിപ്പിക്കുന്നവർ, കാരിശ്മയിലായിരുന്നപ്പോൾ കൺവെൻഷനുകൾ വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചവർ,
അതുപോലെ തന്നെ അതിപ്പോൾ ഞാൻ എപ്പം വന്നാലും ഷക്കീന ടെലിവിഷൻ കാത്തിരിക്കും എന്നെക്കൊണ്ട് 1-2 ധ്യാനങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ നടത്താൻ. ആ ടെലിവിഷനെ ഓർത്ത് നന്ദി. ഞാൻ ആദ്യമായി ഒരു ടി വിയിൽ പ്രോഗ്രാം കൊടുക്കുന്നത് ഷാലോം ടി വിയിലാണ്. ഷാലോം ടി വിക്കും നന്ദി പറയുന്നു. അങ്ങനെ പല മീഡിയകളും എന്നെ ഉപയോഗിച്ചു, അവർക്കെല്ലാം നന്ദി പറയുന്നു. അങ്ങനെ കർത്താവിൻ്റെ വചനം അവയെല്ലാം മുഖേന പലരുടെയും ഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. എൻ്റെ ആധ്യാത്മിക മക്കളെ, ഞാൻ മോനെ മോളെ എന്ന് വിളിക്കുന്നത് വെറുതെയല്ല. നിങ്ങളെ ഓർത്തും നന്ദി. നിങ്ങളെൻ്റെ മുതൽക്കൂട്ടാണ്. അത് പല തരത്തിലുള്ള മക്കൾ, ആധ്യാത്മിക മക്കളുണ്ട്. ഞാൻ പറയും ശാരീരിക മക്കൾ. ഉദാഹരണമായിട്ട് കൊച്ചുണ്ടാകുമ്പോഴേ ഡോക്ടർ പറയുന്നു അബോർട്ട് ചെയ്യണം, അത് ഓട്ടിഷാവും, മന്ദബുദ്ധിയായിരിക്കും. ഞാൻ പറയും ഇല്ല, പ്രാർത്ഥിക്കൂ. അങ്ങനെ ജനിച്ച ഏകദേശം 860 കുട്ടികളുടെ ലിസ്റ്റ് എൻ്റെ കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്. ഇന്നലെയും ഒരു ഹൈന്ദവൻ ദുബായിലാണ് ജോലി, കൊച്ചിനെയും കൊണ്ട് നന്ദി പറയാൻ വന്നു. അത് അവനോട് പറഞ്ഞു ഡോക്ടർ അബോർട്ട് ചെയ്ത് കളയണം, മന്ദബുദ്ധിയായിരിക്കും. അത് എൻ്റെ ഒരു ചേട്ടൻ്റെ അനിയൻ്റെ മകനോട് പറഞ്ഞു. അവർ കൂട്ടുകാരായിരുന്നു. എന്നെക്കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. അതിനുശേഷം വീണ്ടും ചെന്നപ്പോഴും ഡോക്ടർ പറഞ്ഞു കുട്ടിയൊന്നും ശരിയായിട്ടില്ല, കളയണം. അപ്പോൾ 4 മാസമായി. ഞാൻ അവരോട് പറഞ്ഞിരുന്നു മന്ദബുദ്ധിയായാലും അല്ലെങ്കിലും കുട്ടിയെ വളർത്തുമെന്ന് കർത്താവിനോട് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം. കർത്താവെ അങ്ങ് ഹിതമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, 5-ാം മാസം മുതൽ കുട്ടിക്ക് മാറ്റമുണ്ടായി, സൗഖ്യമായി. ഈ കഴിഞ്ഞ മാസം 50 ദിവസങ്ങൾക്ക് മുമ്പ് പ്രസവിച്ചു. നല്ലൊരു കുട്ടിയെ, ഒരു പെൺകുട്ടിയെ, അതെ പാർവതി എന്നവർ പേര് വിട്ടു. അവരെന്നെ കാണാൻ വന്നിരുന്നു. ഇതുപോലുള്ള എൻ്റെ ഭൗമിക മക്കൾ ധാരാളമുണ്ടെന്ന് ഞാൻ പറയുന്നു. അവർ സ്വർഗത്തിൽ ഞാൻ ആധ്യാത്മികമായി മരിച്ചുപോയ അബോർട്ടഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാമോദിസ കൊടുത്തത് ഏകദേശം 6000 പേർക്ക് അപ്രകാരം നേരിട്ട് പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കൊടുത്തിട്ടുണ്ട് ആത്മീയമായിട്ട്. ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ എല്ലാത്തിനും നന്ദിയേ പറയാൻ എനിക്കുള്ളൂ. ഇവിടെ എനിക്ക് എളിമയോടെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ആരോഗ്യം കിട്ടാൻ പ്രാർത്ഥിക്കേണ്ട, ഈ വീൽ ചെയർ ഇല്ലാതെ നടക്കാനും വേണ്ടിയും പ്രാർത്ഥിക്കേണ്ട, ഭൗമികമായ എന്തെങ്കിലും കിട്ടാൻ പ്രാർത്ഥിക്കേണ്ട. ഒന്ന് മാത്രം, മറ്റുള്ളവരോട് വചനം പ്രഘോഷിച്ച ഞാൻ ദൈവത്തിന് മുമ്പിൽ തിരസ്കൃതനായിരിക്കുവാൻ പ്രാർത്ഥിക്കണം. എനിക്കൊറ്റ ആശ, വലിയ ആശ ഇതാണ്, സ്വർഗത്തിൽ പോകണം. കണിശമായിട്ട് എൻ്റെ കർത്താവ് എനിക്ക് തരുമെന്ന ബോധ്യമുണ്ട്. ഏത് നിമിഷവും ഞാൻ പോകാൻ തയ്യാറായിട്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട വയലച്ചൻ പറയുമായിരുന്നു പോലെ ഐ ആം റെഡി ആൻഡ് വില്ലിങ് ടു ഗോ ബട്ട് നോട്ട് ഇൻ എ ഹറി. ഞാൻ പോകാൻ തയ്യാറാണ്, സന്തോഷമുണ്ട്. പക്ഷേ കർത്താവ് ഇപ്പം വേണമെന്നില്ല, എനിക്ക് ധൃതിയൊന്നുമില്ല. അതും എനിക്ക് പിന്നെ ഇവിടെ ആയിരിക്കുന്നിടത്തോളം കാലം, എൻ്റെ അവസാന ശ്വാസം പോകുന്നവരെ എനിക്ക് കർത്താവിൻ്റെ വചനം അത് പ്രഘോഷിക്കണം. അതുപോലെ ക്രൂശിതനായവനെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത ക്രൂശിതനിലൂടെ രക്ഷ നൽകണം. ഇതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും. ആ വാക്ക് തരുന്നു. അതിപ്പോൾ ഇത് കേൾക്കുന്നവർ, മുമ്പ് കേട്ടിട്ടുള്ളവർ, അതെ അല്ല ഏതെങ്കിലും ശുശ്രൂഷയിൽ പങ്കുകൊണ്ടിട്ടുള്ളവർ, ഞാനുമായിട്ട് ഏതെങ്കിലും കോണ്ടാക്റ്റ്, ബന്ധം, സമ്പർക്കമുള്ളവർ, ഒരു പക്ഷേ ഇമെയിൽ വഴി, ഒരു പക്ഷെങ്കിൽ വീഡിയോ വഴി, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട്, എല്ലാവരും എൻ്റെ മക്കൾ, നിങ്ങളെ ഞാൻ ഹൃദയത്തിൽ വയ്ക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കും ഞാൻ ബലിയർപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നു. വേറെ പേരുമായി വ്യക്തിപരമായൊരു ബന്ധമുണ്ട്, അതിൽ സന്തോഷവുമുണ്ട്. അതുകൊണ്ട് ഈ 80 കൊല്ലത്തെ എൻ്റെ ജീവിതത്തെ ഓർത്ത് തമ്പുരാൻ ദൈവത്തെ നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറയുന്നു. ഞാൻ ആരായിരിക്കുന്നു പോലെ കർത്താവിനാലാണ് എന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങളാലുമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സപ്പോർട്ടും. അതുകൊണ്ട് 80 വർഷക്കാലം സന്തോഷത്തോടെ, അതീവ സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, ചാരിതാർത്ഥ്യത്തോടെ ജീവിക്കാൻ കഴിഞ്ഞു. നന്ദി, നന്ദി, നന്ദി. ഞാൻ ആരെയും പേരുകൾ അങ്ങനെ എടുത്തു പറഞ്ഞില്ല. ആരെയും വിട്ടുപോയിട്ടുണ്ട് എന്ന് തോന്നുമെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെ സ്വയം പ്രേരിതമായിട്ട് മനസ്സിൽ വന്നത് അത് പങ്കുവെച്ചതാണ്. വേറെ ആളുകൾക്ക് നന്ദി പറഞ്ഞേ മതിയോ. ഇപ്പോഴാണെങ്കിൽ ഈ കാരിഷ് ഭവനിൽ അതിൻ്റെ സുപ്പീരിയറായ കുര്യൻ കാരിക്കൽ ഞാൻ റിക്രൂട്ട് ചെയ്ത ആളാണ്. അതും ആധ്യാത്മിക ബന്ധം. അതുപോലെ തന്നെ ബിജിലക്ഷൻ ഡയറക്ടറാണ്. അതുപോലെ പ്രൊവിൻഷ്യൽ അച്ഛൻ ഇവിടെ ഉണ്ട്. ഇവരെല്ലാം എനിക്ക് തരുന്ന സ്നേഹത്തിന് നന്ദി പറയാൻ എനിക്ക് വാക്കില്ല. ഇപ്പോൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ആയിരങ്ങൾ,
അത് അതിനോടത്ത് കുർബാന ബലിയർപ്പിച്ചു. നിങ്ങൾക്ക് വേണ്ടിയാണ് ബലിയർപ്പിച്ചത്. നിങ്ങളുടെ ആ സ്നേഹം മുഖത്ത് ഞാൻ കാണുന്നു. നന്ദി, നന്ദി യേശുവേ, നന്ദി. പ്രിയപ്പെട്ടവരെ, നന്ദി. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങുടെ അന്നദാനത്തിനായി നന്ദിയേകിടാം, അങ്ങുടെ അന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.